മാടത്തിന് കീഴിൽ തെയ്യമായിരുന്നു. ഞാൻ ഈ നാട്ടിൽ തന്നെ ആണെങ്കിൽ കൂടി ഏകദേശം 10 വർഷത്തിലധികമായി ഞാൻ തെയ്യത്തിന് പോയിട്ട്. ഇവിടെ എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ആദ്യമായിട്ട് തുലാഭാരം തൂക്കിയത് എന്നെയാണെന്നാണ് അമ്മമ്മ പറഞ്ഞിട്ടുള്ളത്. നേരിയ ഒരു ഓർമ്മ എനിക്കും ഉണ്ട്. ഒരു 6-7 വയസ്സാണ് പ്രായം. അരിയിട്ട് തുലാഭാരം തൂക്കാനാണ് നേർച്ച നേർന്നത് എൻ്റെ കാലം നേരെയാവാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് എൻ്റെ കാലം നേരെയാവാൻ വേണ്ടിയിട്ട് അമ്മമ്മയുടെ ഭാഗത്തു നിന്ന് ഒട്ടനവധി നേർച്ചകൾ ഉണ്ടാവാറുണ്ട്. അന്ന് ഞാൻ തീരെ ചെറുതായിരുന്നെങ്കിൽ കൂടി എത്ര അരി വെച്ചിട്ടും തട്ട് ഉയരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇളനീരൊക്കെ വെച്ചിട്ടാണ് അത് പൂർത്തിയാക്കിയിരുന്നത്. ഇതേ സമയത്താണ് ഞങ്ങളുടെ തറവാട്ടിലെ കാങ്കോല് തെയ്യം. അപ്പോൾ എനിക്ക് നേർച്ച നേർന്ന അമ്മമ്മ ആ സമയത്ത് തെയ്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. മറ്റേ അമ്മമ്മയാണ് എന്നെയും കൂട്ടിയിട്ട് തുലാഭാരത്തിന് വന്നിട്ടുണ്ടായത്. അപ്പോൾ നേർച്ച നേർന്ന ആൾ വരാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അമ്മമ്മയുടെ വാദം. അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മമ്മയുടെ ഒരു വിശ്വാസം. തെയ്യം എന്നും ഒരു വികാരമാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്നതിനപ്പുറം തോറ്റുപോയവൻ്റെ, തോൽപ്പിക്കപ്പെട്ടവൻ്റെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് ഓരോ തെയ്യങ്ങളും. ഊർപ്പഴശ്ശി, പുലിയൂർ കണ്ണൻ, പുലിക്കണ്ടൻ, വൈദ്യനാഥീശ്വരൻ എന്നീ തെയ്യങ്ങളെയാണ് ഇവിടെ കെട്ടിയാടിക്കുന്നത്. നാടിൻ്റെ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് എന്നാണ് വിശ്വാസം. നല്ലത് സംഭവിക്കും എന്ന പ്രതീക്ഷയും കണ്ണീരിൻ്റെ നനവുമാണ് ഓരോ തെയ്യക്കാലവും.